ഈ ഓയിൽ മണി കൊടുത്തു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് കിട്ടത്തില്ലെന്ന് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും പറഞ്ഞ് PSG കളിയാക്കിയിട്ടുണ്ട്. അപ്പം PSG ഇന്ന് കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മണി മര്യാദയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓയിൽ മണി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാം എന്നാണ് അവരിന്ന് കാണിച്ചു കൊടുത്തത്. അങ്ങനെ PSG ആർ ദ ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ്. ഭയങ്കര ഒരു വല്ലാത്തൊരു ജേർണി തന്നെ PSG. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി, നെയ്മർ, എംബാപ്പെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരെ കൊണ്ടുവന്ന് FIFA 11 കളിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചെടുക്കാൻ വേണ്ടി ഇവർ ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല. അന്നേരപ്പം ഇവർക്ക് മനസ്സിലായി ഈ രീതിയിൽ പോയാൽ പോരാ, പ്രോജക്റ്റ് ഈ രീതിയിൽ പോയാൽ പോരാ. അപ്പം നമ്മുടെ ലൂയിസ് ക്യാമ്പസ്, ലൂയിസ് എൻറിക്കെ ഇവർക്ക് പ്രോപ്പർ വിഷനിൽ അവരുടെ ടീമിനെ പ്രോപ്പറായിട്ട് റീബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ റീബിൽഡ് ചെയ്ത് നാസർ അൽ ഖലീഫയുടെ പൈസ വെച്ചുകൊണ്ട് അങ്ങനെ റീബിൽഡ് ചെയ്തെടുത്ത ടീം ഇന്ന് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. ശരിക്കും പറഞ്ഞാൽ അവർ ഇന്ന് ഈ ഒരു ഇന്റർ എന്ന് പറയുന്ന ടീം ശരിക്കും ലോകത്തിലെ ഏറ്റവും ഡിഫെൻസീവ്ലി ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീം, ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്ത ടീം. ആ ടീമിനെതിരെ 5 ഗോളാണ് ഇവർ അടിച്ചു കൂട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ററിന്റെ ഡിഫൻസ്, ബാസ്തോണി ആണെങ്കിലും അച്ചർബി പവാർഡ്, ഈ ഒരു ഡിഫൻസിനെ, ഇത്രയും ഭയങ്കര ഡിഫൻസിനെ നിലം പരിശാക്കുന്ന രീതിയിലാണ് ശരിക്കും PSG കളിച്ചത്. PSG ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ ഇന്റർ ഒരു എതിരാളികളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇതിൽ ഭേദം ഇന്റർ ആ സെമിയിൽ തോറ്റിട്ട് ബാർസ വരുന്നതായിരുന്നെന്ന് പോലും എനിക്ക് തോന്നുന്നു. പക്ഷെ ബാർസ വന്നു കഴിഞ്ഞാൽ ജയിക്കും എന്ന് ഞാൻ നമുക്ക് ആർക്കും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഈ PSG ടീമിനെതിരെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ ഒരു ഫൈറ്റ്, വേറെ ഏതെങ്കിലും ഒരു ടീം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫൈറ്റ് പ്രതീക്ഷിക്കാമായിരുന്നു എന്ന് എനിക്ക് മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇന്റർ ശരിക്കും ഇന്നത്തെ മാച്ചിൽ അവർക്ക് മര്യാദയ്ക്ക് ഒരു ഫുട്ബോൾ കളിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അവരുടെ ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ലോങ് ബോൾ കളിയാണ്. അറ്റ്ലീസ്റ്റ് ലോങ് ബോൾ കളിക്കുക, എങ്ങനെയും ബോൾ ഫൈനൽ തേർഡിൽ കൊണ്ടുവരിക, എന്തെങ്കിലും ഒരു ഫൗള് മേടിക്കുക, ഫ്രീ കിക്ക് അല്ലെങ്കിൽ കോർണേഴ്സ്. ഈ ഫ്രീ കിക്കും കോർണേഴ്സും അങ്ങനത്തെ സെറ്റ് പീസ് ആയിരുന്നു അവരുടെ മെയിൻ കുറച്ചെങ്കിലും എഫക്റ്റീവ് ആകുന്ന ഈ സെറ്റ് പീസ് മാത്രമായിരുന്നു. അപ്പം അത് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ, അതും PSG പോണൊക്കെ ഇതുപോലെ ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും ഗൾഫുള്ള ഒരു ടീമിനെ തോൽപ്പിക്കാൻ ആ ഒരു ആയുധം മാത്രം പോരാ. ഈ PSG ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഭയങ്കര സൂപ്പർ സ്റ്റാർ കളിക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും, ഈ എംബാപ്പെ, നെയ്മർ പോണക്കത്തെ കളിക്കാരൊക്കെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്നിട്ട് വന്ന കളിക്കാരെ നിങ്ങൾ നോക്കും. ഈ ഒരു സൈഡിൽ ക്വാരസ്കേലിയ, ഒരു സൈഡിൽ ഡെസ്രി ദുവെ അല്ലെങ്കിൽ ഡെംബല, ഇങ്ങനത്തെ കളിക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിൽ മാത്രമല്ല അതേപോലെ തന്നെ വൺസ് ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ PSG സംബന്ധിച്ച് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ കളിയാക്കാന്ന് വിചാരിക്കില്ല. എംബാപ്പെ എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSG പോയത്, റയലിൽ പോയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പോയത്. പക്ഷേ എംബാപ്പെ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നതിന് മുന്നേ തന്നെ ചാമ്പ്യൻസ് ലീഗ് PSG അടിച്ചു എന്നുള്ളത് വേറൊരു റിയാലിറ്റിയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് എംബാപ്പെ നാളെ അടിക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഞാനൊരു ചെറിയൊരു സംഭവം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ബാർസ വിട്ടുവന്ന ഡെംബലയും അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരിക്കുന്നു. ഡെസ്രി ഡുവെ പോണൊക്കെ പുതുതായിട്ട് വന്ന ഇവിടുത്തെ ചെറിയ പ്ലേയേഴ്സ്, കാരണം അങ്ങനത്തെ റിക്രൂട്ട്മെന്റ് ആണ് അവർ നടത്തുന്നത്. ആ ഒരു ഡെസ്രി ഡുവെ എന്ന് പറയുന്ന 19 വയസ്സുകാരനാണ് ശരിക്കും ഇന്നത്തെ മാച്ചിൽ 2 ഗോളും 1 അസിസ്റ്റും ഉള്ളത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇങ്ങനത്തെ ഒരു ഫീറ്റ് ഇതേവരെ ഒരു പ്ലെയറും അച്ചീവ് ചെയ്തിട്ടില്ല. ഈ ഒരു അച്ചീവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ 19ാമത്തെ വയസ്സിൽ നടത്തുന്നു എന്ന് പറയുന്നത് സമ്മതിക്കണം. ക്വാരസ്കേലിയ ഗോള് സ്കോർ ചെയ്തു, ഹക്കീമി തുടങ്ങി വെച്ചു. ഏറ്റവും അവസാനം സെനി മൈലു എന്ന് പറയുന്ന 19 വയസ്സുകാരൻ വരെ വന്നിട്ട് ഗോൾ സ്കോർ ചെയ്തു. ഇതാണ് PSG ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. PSG ഒരു വിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ 19 വയസ്സുള്ള ഈ സബിന്റെ ഗോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവരുടെ മുന്നോട്ടുള്ള വിഷൻ. ഇവരുടെ സബ്ബുകളെ നോക്കിയോ, സെനി മൈലു വരുന്നു, ഗോൺസാലോ റാമോസ് വരുന്നു, സായിര എമറി വരുന്നു, ബ്രാഡ്ലി ബർക്കോള വരുന്നു. ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സാണ് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള 18-19 വയസ്സുള്ള കളിക്കാരെയാണ് ഇങ്ങോട്ട് ഇടിച്ച് കയറ്റുന്നത്. അവരുടെ ബെഞ്ച് നിറച്ചും അങ്ങനത്തെ പിള്ളേരാണ് ഉള്ളത്. അപ്പം അപ്പം ഇങ്ങനെ മാക്സിമം ആവറേജ് ഏജിൻ്റെ കാര്യം നോക്കിയാലും എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗ് നേടുന്ന ഏറ്റവും കുറവ് ആവറേജ് ഏജുള്ള ടീമാണ് PSG. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ PSG അവർക്കെതിരെ കളിച്ച ഇന്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കൂടിയ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവർക്ക് 30-30+ ആണ് അവരുടെ ഒരു ആവറേജ് ഏജ്. അപ്പോൾ അവരുടെ ആ ഒരു ടീമിൽ ശരിക്കും പറഞ്ഞാൽ പല പ്ലേയേഴ്സിനും ഇന്നെ മുന്നോട്ടൊരു ചാമ്പ്യൻസ് ലീഗ് ഒന്നും കാണത്തില്ല.
എന്താണെങ്കിലും ഇന്റർ ഭയങ്കര ദയനീയമായിട്ട് ഈ രീതിയിൽ തോക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഫൈറ്റാണ് പ്രതീക്ഷിച്ചത്. എന്നാലും ഈ ഒരു അഞ്ച് ഗോൾ ജയിച്ച ഈ ഒരു മാച്ച് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് മാച്ച് പോലെ, എനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഈ ഒരു 90 മിനിറ്റ്സ് ഭയങ്കര എളുപ്പം സുഖസുന്ദരമായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഭയങ്കര കൂളായിട്ട് അല്ലാതെ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ PSG ശരിക്കും പറഞ്ഞ കുറെ യങ്സ്റ്റേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്നാലും ഇന്നത്തെ മാച്ചിൽ PSG ഒരു എന്നാ പറയുന്നത് ഏറ്റവും ഒരു വിക്ടറിയുടെ ഏറ്റവും വലിയൊരു മെയിൻ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ വിറ്റീഞ്ഞയാണ്. വിറ്റീഞ്ഞൊക്കെ ഈ ഒരു രീതിയിലുള്ള പ്ലെയർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് വരും, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കാം എന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനത്തെ എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്ലെയർ ആയി മാറും വിറ്റീഞ്ഞ എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും ആ ഒരു PSG നട്ടലാണ്. അവരുടെ ഗെയിം കൺട്രോൾ ചെയ്യുന്ന പ്ലെയർ, അവരുടെ ഡിഫൻസിനെ അറ്റാക്കിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലെയർ. ഇന്നും പുള്ളിക്ക് അസിസ്റ്റ് ഉണ്ട്. ആ ഒരു ഫസ്റ്റ് ഗോളിൽ ശരിക്കും പറഞ്ഞാൽ വിറ്റീഞ്ഞയുടെ ആ ഒരു പാസ് ഇത്ര ഭയങ്കരൻ എന്ന് എല്ലാവരും പേടിക്കുന്ന ഈ ഒരു ഇന്ററിന്റെ ഡിഫൻസിനെ കീറി മുറിച്ച് ഒന്നും അല്ലാതാക്കുന്നത് കണ്ടു. അത് മാത്രം മതി വിറ്റീഞ്ഞയുടെ ക്ലാസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇന്ററിന്റെ ഗെയിം കൺട്രോൾ ചെയ്യുന്ന ചലാനോഗ്ലു എന്ന് പറയുന്ന പുള്ളി, ആ ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ച് പുള്ളിയുടെ ഏറ്റവും വേസ്റ്റ് മാച്ചുകളിലൊന്നാണ്. അത് വലിയൊരു ഫാക്ടറാണ് ശരിക്കും ഇന്റർ ഈ രീതിയിലുള്ള ഫുട്ബോൾ കളിക്കാനുള്ള വലിയൊരു ഫാക്ടർ. ചലാനോഗ്ലു എന്ന് പറയുന്ന പ്ലെയർ ഒട്ടും എഫക്റ്റീവ് അല്ലായിരുന്നു ഇന്നത്തെ മാച്ചിൽ. ഞാൻ കുറച്ചുകൂടെ ഒരു ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ഓപ്പോസിഷൻ ടീമിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചു. അതൊഴികെ നമ്മൾ നോക്കുകയാണെങ്കിൽ PSG എന്ന് പറയുന്ന ടീം വെൽ ഡിസർവ്ഡ് ആണ്. അവർ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് വെൽ ഡിസർവ് ചെയ്യുന്നുണ്ട്. 23 ഷോട്ടുകളാണ്, ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ടുകളാണ് അവർ ഇന്നത്തെ മാച്ചിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ എടുത്തിട്ടുള്ളത്. അതിൽ 8 എണ്ണം ഓൺ ടാർഗറ്റ്. അപ്പുറത്ത് ഇന്ററിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് 74 മിനിറ്റ് എങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ വരുന്നത്. ആ രീതിയിൽ വൺ സൈഡഡ് ഫൈനൽ. എനിക്ക് തോന്നുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഗോളുകൾ പിറന്ന ഒരു ഫൈനലും ഇത്രയും വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ഫൈനലും കാണുന്നത്. എനിവേ കൺഗ്രാറ്റ്സ് ടു PSG ഫാൻസ് ആണെങ്കിലും അവർ ഭയങ്കര ഇമോഷണലി അവരുടെ ആ ഒരു ടിഫോയൊക്കെ എല്ലാവരും കണ്ടു കാണും. ലുച്ചോയുടെ കൊച്ചിനെയൊക്കെ വെച്ചോണ്ടുള്ള മരിച്ചുപോയ ആ ഒരു കൊച്ചിനെയൊക്കെ വെച്ചോണ്ടുള്ള ആ ഒരു ടിഫോയൊക്കെ എല്ലാവരും കണ്ടു കാണും. ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവരും റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലൂയിസ് എൻറിക്കയെ സംബന്ധിച്ചും പുള്ളി ഒരു ഫ്ലൂക്ക് മാനേജർ ആണെന്ന് പലരും മുദ്ര കുത്തിയായിരുന്നു. അതല്ല എന്ന് വീണ്ടും പ്രൂവ് ചെയ്യുന്നു. ട്രബിൾ അടിക്കുന്നു. എന്താണ് വേണ്ടത്? അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കുറേ നാളുകൾക്ക് ശേഷമുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. ബൈ.